വിജയനെ, നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനമാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായി അങ്ങോട്ടേക്ക് കപ്പലെടുക്കുന്ന ഈ മനോഹരമായ നിമിഷം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്രമാത്രം ആവേശത്തിലും സന്തോഷത്തിലുമാണ് ഈ വാർത്ത നമ്മൾ പറയുകയും വിജയൻ അവിടെ നിന്ന് എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ തുറമുഖത്തിന് മുൻപിൽ സാൻ ഫെർണാണ്ടോ വന്നു നിൽക്കുകയാണ്. ഇനിയുള്ളത് സാങ്കേതികമായ നടപടിക്രമങ്ങളാണ്. ബർത്തിങ്, അതിനുശേഷം ക്ലിയറൻസ് അടക്കമുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ കാത്തു നിൽക്കുന്നത് നാളെ പുലരാൻ വേണ്ടിയിട്ടാണ്. നാളെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മൾ കപ്പലിന് നമ്മുടെ സംസ്ഥാനം ഔദ്യോഗികമായി സ്വീകരണം നൽകുന്നത്. വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ട് കേരളത്തിന്റെ സ്നേഹം, കേരളത്തിന്റെ ആതിഥ്യ മര്യാദ, നമ്മുടെ അഭിമാനം നമ്മൾ നാളെ ലോകത്തോട് വിളിച്ചു പറയും. ഇനി കാത്തിരിപ്പുകളുടെ ദൂരം കുറയുകയാണ്. കപ്പൽ വിഴിഞ്ഞത്തെത്തിയിരിക്കുന്നു. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. വിജിൻ, മനു, തീർച്ചയായും കപ്പൽ വിഴിഞ്ഞത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. ടഗ്ഗുകളുടെ അകമ്പടിയിൽ, ടഗ്ഗുകളുടെ നിയന്ത്രണത്തിൽ അത് ഇങ്ങനെ തലയെടുപ്പോടെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വിഴിഞ്ഞത്ത് ജനങ്ങൾ, മലയാളികൾ പൂർണ്ണമായും ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി മനു സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ളത് സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക നടപടികളായിരിക്കും ഇനി പൂർത്തീകരിക്കുക. അതിനുശേഷം നാളെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാട്ടർ സല്യൂട്ട് നൽകി ഈ ആദ്യത്തെ ചരക്ക് കപ്പലിനെ സ്വീകരിക്കുക. അതിനുശേഷം കണ്ടെയ്നറുകൾ ഓരോന്നായി വിഴിഞ്ഞം തുറമുഖത്ത് ഇറക്കുക. ഏകദേശം 1500ഓളം വരുന്ന കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇറക്കുക. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭാഗത്ത് നിന്ന് ചെറിയൊരു മാറ്റം കപ്പലിന്റെ പൊസിഷനിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ അകമ്പടിയായി ആദ്യം പോയ ടഗ് ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു. കപ്പലിന്റെ നിലവിലെ ദിശ ഏകദേശം വിഴിഞ്ഞം തുറമുഖത്തിന് സമാന്തരമായ നിലയിലേക്ക് വന്നിരിക്കുന്നു. മുഖം വിഴിഞ്ഞം തുറമുഖത്തേക്ക് നോക്കി നിൽക്കുന്ന നിലയിൽ ഇപ്പോൾ കപ്പലിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും വലിയ ആവേശം, ചെറിയൊരു മഴക്കോലുണ്ടെങ്കിലും വലിയൊരു ആവേശം തന്നെ. ഇത്രയും നേരം മലയാളികൾ മുഴുവൻ ആഘോഷത്തിൽ തന്നെയായിരുന്നു. എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തീകരിച്ച് ടഗ്ഗുകളുടെ അകമ്പടിയോടുകൂടി തന്നെ കപ്പൽ അവിടെ നിലയുറപ്പിക്കും. ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തീകരിച്ചാകും നാളെ രാവിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വാട്ടർ സല്യൂട്ട് നൽകി, ഈ ടഗ്ഗുകൾ തന്നെയായിരിക്കും വാട്ടർ സല്യൂട്ട് നൽകുക. ആ വാട്ടർ സല്യൂട്ട് നൽകി ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് മുഖ്യമന്ത്രിയും സംഘവും ആദ്യത്തെ ചരക്ക് കപ്പലായ സാൻ ഫെർണാണ്ടോയെ സ്വീകരിച്ച് ആനയിക്കും. എന്തായാലും അതിനുശേഷമാണ് ആദ്യ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പരിപാടികളിൽ പങ്കെടുക്കും. ആ ദൃശ്യങ്ങളിൽ നമുക്ക് ഇതിന്റെ സാങ്കേതിക പരിപാടികൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും ദൃശ്യങ്ങളിൽ നിന്ന് ഓരോന്നും നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഓരോ നിമിഷവും കപ്പലിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അതിൽ നിറയെ ചെറുതും വലുതുമായ കണ്ടെയ്നറുകൾ നിരത്തി വെച്ചിരിക്കുന്നു. അത്തരം ഒരു കാഴ്ച നമുക്ക് മുമ്പൊരിക്കലും മലയാളികൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയായി വിഴിഞ്ഞം തുറമുഖത്തേക്കടുത്ത ആദ്യത്തെ ചരക്ക് കപ്പലിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും. എന്തായാലും മനു, ഈ കാര്യങ്ങൾ ഒക്കെ പറയുമ്പോൾ ഒരു സംസ്ഥാന സർക്കാരിന്റെയും കേരളത്തിന്റെയും നിശ്ചയദാർഢ്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പല പല കടമ്പകൾ ഒക്കെ കടന്നാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാകാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആ കപ്പലിന്റെ ദിശ മാറി വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ആ ഓരോ നടപടിക്രമങ്ങളും എന്തൊക്കെ രീതിയിലുള്ള സാങ്കേതിക പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ദിശ പൂർണ്ണമായും നേരത്തെ മറ്റൊരു ഭാഗത്തേക്കായിരുന്നെങ്കിൽ പൂർണ്ണമായും തിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ആ കപ്പലിന്റെ മുഖം, കപ്പലിന്റെ ഫ്രണ്ട് ഭാഗം ഇപ്പോൾ ഈ നേരെ തിരിഞ്ഞ് സമാന്തരമായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെയിനുകൾ നിരത്തിയ ഭാഗത്തിന് സമാന്തരമായി പൂർണ്ണമായും വന്നിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പല പല കടമ്പകൾ ഏകദേശം 3 വർഷങ്ങളോളം ഒപ്പം തന്നെ പ്രളയം നമ്മുടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. വിജിൻ, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് അത്ഭുതമാണ്. കാരണം നമ്മളിതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ്. പതിയെ പതിയെ അതിൻ്റെ മുൻവശം, തുറമുഖത്തിൻ്റെ മുൻവശത്തിന് അഭിമുഖമായി തിരിയുന്ന ഒരു കാഴ്ചയാണ് എനിക്കിവിടെ. അങ്ങനെയാണ് ഞാനതിന് മനസ്സിലാക്കുന്നത്. കാരണം വിജിൻ പറയുന്നത് പോലെ അകലങ്ങളിൽ നിന്നാണല്ലോ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും വ്യക്തമായിട്ടത് കാണാം. കപ്പൽ കിടക്കുന്നത് നേരത്തെയുള്ള ദിശയിലല്ല, അതിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇറക്കാനുള്ള ഭാഗം, ബർത്തിൻ്റെ ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്ന ഭാഗം ബർത്തിലേക്ക് തിരിഞ്ഞ് ആ രീതിയിലേക്ക് അതിൻ്റെ ദിശ മാറിയിരിക്കുന്നു. ക്രെയിനുകൾ കൃത്യമായിട്ട് കാണാൻ കഴിയും. തുറമുഖത്തിലെ 32 ക്രെയിനുകളുണ്ട്. ഏറ്റവും ആധുനികമായ സെമി ഓട്ടോമേറ്റഡ് സംവിധാനം. ഇതാ കപ്പൽ മറുവശത്ത് കിടക്കുന്നു. തൊട്ടപ്പുറേ ടഗ്ഗുകൾ കാണാൻ കഴിയുന്നു. വിഴിഞ്ഞം ചരിത്രമെഴുതിയ ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കപ്പലും ബെർത്തുമായി എത്ര ദൂരത്തിൽ എന്നുകൂടി പറയണമെന്നാണ് സാജൻ ചെറിയാൻ പറയുന്നത്. എൻ്റെ സാജ അതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ദൂരെയല്ലേ നിൽക്കുന്നത്, അങ്ങോട്ടേക്ക് നമുക്ക് ആർക്കും പ്രവേശനമില്ല. അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണാൻ മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. പക്ഷേ ഏറ്റവും അടുത്താണ് എന്ന് മാത്രം നമുക്കിപ്പോൾ മനസ്സിലാക്കാം.
വിഴിഞ്ഞം സമരത്തെക്കുറിച്ച് കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകണം. ഇനിയൊരു അവസരം കിട്ടില്ല കൈരളി എന്ന് ആസിഫ് പറയുന്നുണ്ട്. നമ്മൾ കുറേ പറഞ്ഞിരുന്ന ആസിഫ്, നമ്മളെ മുടക്കാൻ ശ്രമിച്ചവരെയൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തെടുത്തിരുന്നു. സജി ജോസഫ് ചോദിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടാകാൻ പോകുന്ന ശബരിമല എയർപോർട്ട് ഇതുപോലെ 2027 മുമ്പ് യാഥാർത്ഥ്യമാകുമോ എന്ന് ചോദിക്കുന്നു. ശബരിമല എയർപോർട്ടിന്റെ നടപടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ ഒരുപാട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായില്ലേ? അതുപോലെ വരും നാളുകളിൽ ശബരിമലയും നമ്മുടെ മുൻപിലേക്ക് വരും. എയർപോർട്ട് ലാലു പറയുന്നു, നമ്മുടെ നാട് വികസന കുതിപ്പിൽ. സാജൻ ചെറിയാൻ, ഇടത് സർക്കാരിന് പൊൻതൂവൽ കൂടി എന്ന് പറയുന്നു. ജെയ്സ് എൻ കെ എഴുതുന്നു, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ഉയരട്ടെ, ഇടതുപക്ഷ സർക്കാർ വികസന വീതിയിൽ പുതിയ തീരങ്ങൾ അണയട്ടെ എന്ന് പറയുന്നു. പ്രജിത കുര്യാക്കോസ് പറയുന്നു, വരും തലമുറയെ മുൻകൂട്ടി കണ്ടുള്ള പദ്ധതി പിണറായി സർക്കാർ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം തന്നെ പ്രജിത തന്നെ പറയുന്നു, അഭിമാനം പിണറായി സർക്കാർ എന്ന് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം. ജെയ്സ് എഴുതുന്നു, നമ്മുടെ സുരക്ഷിത തുറമുഖമാകട്ടെ എന്ന്. LDFന് അഭിവാദ്യങ്ങൾ പറയുന്നു അലക്സാണ്ടർ ജോർജ്. കൈരളിക്ക് അഭിനന്ദനങ്ങൾ പറയുന്നു അനശ്വര. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് അജയൻ എഴുതുന്നു, LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ നേട്ടം, അഴിമതിരഹിത LDF സർക്കാരിന് അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞു വെക്കുന്നു. അങ്ങനെയാണ് സംസാരിച്ചു പോകുന്നത്. വിജിനോട് സുരക്ഷിതമായി നിന്ന് വർത്തമാനം പറയാനും അനശ്വര പറയുന്നൊരു കാര്യമുണ്ട്, പ്രേക്ഷകർ പറയുന്നൊരു കാര്യമുണ്ട്. വിജിൻ, ആ കപ്പൽ മെല്ലെ തിരിയുന്ന ഒരു ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ തുറമുഖത്തിന്റെ മുൻവശത്തിന് അഭിമുഖമായി നിൽക്കുന്ന രീതിയിലേക്ക് അതിന്റെ ദിശ മാറ്റിയിരിക്കുന്നു. എത്ര ദൂരത്തിലാണെന്നോ എന്താണ് അവർ സാങ്കേതിക കാര്യങ്ങൾ എന്നുള്ള കാര്യം അതിനകത്തുള്ളവർക്കും ഈ തുറമുഖ അധികൃതർക്കും ഒപ്പം മാത്രമേ അറിയുള്ളൂ. നമുക്ക് ദൃശ്യത്തിൽ കാണിക്കാൻ കഴിയുന്നത് മാത്രമേ അറിയുള്ളൂ. എങ്കിലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കാൻ കഴിയുന്നത് ഏറ്റവും അടുത്തിരിക്കുന്ന കപ്പൽ തുറമുഖത്തോട് അതിൻ്റെ ക്രെയിനൊക്കെ നിലയുറപ്പിച്ച ഭാഗത്ത് തന്നെ ഏറ്റവും അടുത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അതിൻ്റെ ഓരോ മാറ്റവും, ദിശയിലുള്ള ഓരോ മാറ്റവും നമ്മുടെ ക്യാമറമാൻ സജു പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ കാക്കകളും അതുപോലെ തന്നെ നീർക്കാക്കകളൊക്കെ പറന്ന് പോകുന്നതിന് ഇടയിലൂടെ ഇങ്ങനെ മനോഹരമായ കാഴ്ചയായി ടഗ്ഗുകൾക്ക് നടുവിൽ ഈ സാൻ ഫെർണാണ്ടോ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ ഏറ്റവും കൃത്യമായി നൽകുക എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ സുരക്ഷിതമായ സ്ഥാനത്ത് തന്നെ ഒരു പാറക്കെട്ടിന് മുകളിലാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്നതും. അതിനുവേണ്ടിയാണ് ഈ പ്രദേശം തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. എന്തായാലും രാവിലെ മുതൽ നമ്മൾ നൽകുന്ന അതിമനോഹരമായ ദൃശ്യങ്ങൾ അത് പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കാൻ വേണ്ടി തന്നെയാണ് അത് നൽകുകയും ചെയ്യുന്നത്. എന്തായാലും കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയാൻ കഴിയുന്ന പല കടമ്പകൾ കടന്നാണ് നമ്മൾ കേരളം ഇത്തരത്തിൽ കെട്ടിപ്പടുത്തത്. ഒരു നവകേരള നിർവൃതി പിണറായി വിജയനൊക്കെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമാനമായ സൗകര്യങ്ങളുള്ള ഒരു നവകേരളമാണ് കെട്ടിപ്പടുക്കാൻ സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ആഗ്രഹിച്ചത്. അതിൻ്റെ കടമ്പകൾ ഓരോന്നായി പൂർത്തീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു അഭിമാന പദ്ധതി, ഒരുപക്ഷെ കാലങ്ങളായി കേരളം സ്വപ്നം കണ്ട പദ്ധതി, അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 2028 ആ 3 ഘട്ടങ്ങളും പൂർത്തീകരിച്ച് പൂർണ്ണമായും സജ്ജമായ അന്താരാഷ്ട്ര തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറാൻ പോകുന്നു. അതിൻ്റെ കമ്മീഷനിങ് നടക്കുന്നത്, ആദ്യഘട്ടത്തിൻ്റെ കമ്മീഷനിങ് നടക്കുന്നത് ഈ വർഷം തന്നെ സെപ്റ്റംബറിലായിരിക്കും. ഓണസമ്മാനമായി മലയാളികൾക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യഘട്ട കമ്മീഷനിങ് നടക്കും. എന്തായാലും ആദ്യ ചരക്ക് കപ്പൽ, ഏറ്റവും പടുകൂറ്റൻ ചരക്ക് കപ്പൽ ഈ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിൽ മുഴുവൻ കാണാം. ഏകദേശം 3000-ന് അടുത്ത് വരുന്ന കണ്ടെയ്നറുകളാണ് അതിൽ നിരത്തി വെച്ചിരിക്കുന്നത്. മുഴുവൻ കണ്ടെയ്നറുകളും ഇവിടെ ഇറക്കില്ല. അതിൽ കൊളംബോയിലേക്ക് പോവേണ്ട കണ്ടെയ്നറുകളുണ്ട്. ഇവിടെ ഏകദേശം 1500-ഓളം വരുന്ന കണ്ടെയ്നറുകളാണ് ഇറക്കി വെക്കുക. ഇവിടെ നിന്ന് ചെറു കപ്പലുകൾ ഇനിയും ഇങ്ങോട്ട് എത്തി അതിനെ പല തുറമുഖങ്ങളിലേക്ക് എത്തിക്കും. എന്തായാലും അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി മാറാൻ വിഴിഞ്ഞം തുറമുഖം പോകുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം. ആ സാക്ഷാത്കാരത്തിലേക്കാണ് നമ്മളിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും LDF സർക്കാരിന്, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ 2ാം സർക്കാരിന് അഭിമാന മുഹൂർത്തമായി മാറും കേരളത്തിനൊപ്പം ഈ നേട്ടം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മനു നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ നടക്കില്ല എന്ന് കരുതിയിരുന്ന പദ്ധതികൾ, ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ നിശ്ചയദാർഢ്യവും ചങ്കൂറ്റവും കരുത്തുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട
ഘടകമായി മാറി എന്ന കാര്യത്തിലും സംശയമില്ല. കേരളം ഓരോ നിമിഷവും ഓരോ ഘട്ടത്തിലും അത് കണ്ടുകൊണ്ടിരുന്നു. വിഴിഞ്ഞം തുറമുഖം കോവിഡ് കാലത്ത് 3 വർഷത്തോളം പണി ഇഴഞ്ഞു നീങ്ങി. പിന്നീട് പാറയുടെ ക്ഷാമം, സമരങ്ങൾ, വിഴിഞ്ഞം സമരം വലിയ തരത്തിലുള്ള കലാപസമാനമായ സമരമായി മാറുന്നത് നമ്മൾ കണ്ടു. അതിനെല്ലാം ശേഷം വീണ്ടും സമരക്കാരോട് അനുനയനത്തിൻ്റെ പാത സ്വീകരിക്കുകയും പോലീസിനെ പോലും ആക്രമിച്ചിട്ടും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ട് പോലും കൂടുതൽ പ്രകോപനങ്ങളിലേക്ക് പോകാതെ കേരളത്തിൻ്റെ ഈ വികസന കുതിച്ചുചാട്ടത്തിലെ നാഴികക്കല്ലാവുന്ന പദ്ധതിക്ക് ഒരു കളങ്കവും ഉണ്ടാവരുത്, ഒരു തരത്തിലും അത് പിന്നോട്ട് പോകരുത് എന്ന കുറച്ച ആഗ്രഹത്തിൻ്റെ ഭാഗമായി നടത്തിയ നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമായി നടത്തിയ സംയമന പാതകൾ, ചർച്ചകൾ, ഒപ്പം തന്നെ ഈ നാട്ടുകാരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള വികസന പദ്ധതി നടപ്പിലാക്കുക എന്ന നിശ്ചയദാർഢ്യം ഒക്കെ കൂടിയായപ്പോഴാണ് ആദ്യഘട്ടം കമ്മീഷനിങ്ങിലേക്ക് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുന്നത്. അതിൻ്റെ ആദ്യ ട്രയൽ റണ്ണിന് ഒരുങ്ങിക്കഴിഞ്ഞു. പൂർണ്ണമായും വിഴിഞ്ഞം തുറമുഖവും പരിസര പ്രദേശങ്ങളും ആവേശത്തിൽ തന്നെയാണ്. പരിസരവാസികളായ ജനങ്ങളും ഒപ്പം തന്നെ കേരളം മുഴുവനും. ഇപ്പോൾ കപ്പൽ പൂർണ്ണമായും ഒരു ഭാഗത്തേക്ക്, നമ്മൾ നേരത്തെ കപ്പൽ മാറി മാറി വരുന്ന ദൃശ്യങ്ങൾ കണ്ടു. ഇപ്പോൾ പൂർണ്ണമായും ഒരു ഭാഗത്ത് അഭിമുഖമായി ഈ ക്രെയിനുകൾക്ക് അഭിമുഖമായി നിൽക്കുന്ന കാഴ്ചയാണ് നിലവിൽ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കാലാവസ്ഥയും തെളിഞ്ഞു തന്നെ ഇരിക്കുന്നു. നേരത്തെ ചെറിയ മഴക്കോള് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതും മാറിയിരിക്കുന്നു. നല്ല ദൃശ്യങ്ങളായി, ഏറ്റവും ഭംഗിയുള്ള ദൃശ്യങ്ങളായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാന ഘട്ടത്തിൽ പണി പൂർത്തീകരിക്കാൻ പാറയുടെ ക്ഷാമം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിന് തമിഴ്നാടുമായി കരാറിലെത്തുന്നു. ലോറി സമരം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ടിപ്പർ ലോറികളിൽ കല്ലെത്തിക്കുന്നതിനുള്ള പ്രതിസന്ധികൾ പലതും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പ്രതിസന്ധികളും സംയമനത്തിൻ്റെ പാത സ്വീകരിച്ച് എല്ലാ തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി ചർച്ച നടത്തി ഒക്കെയാണ് ഇതിൽ ഈ കപ്പലിനെ എത്രയും പെട്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ പദ്ധതിയെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുക എന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചപ്പോഴാണ് ഇപ്പോൾ ആദ്യ ചരക്ക് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നത്. മനു.